കേരളത്തിൽ നിന്നുള്ള 7 പാർട്ടികൾ ഉൾപ്പെടെ രാജ്യത്തെ 334 അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാനുള്ള അനുമതിയും ആദായ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാകും. തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2854 അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളായിരുന്നു രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത്. ഇതിൽ 334 പാർട്ടികളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത്. കേരളത്തിൽ നിന്ന് ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ, നേതാജി ആദർശ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് കേരള ബോൾഷെവിക്, സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയും ഇതിലുൾപ്പെടും. 2019 മുതൽ 6 വർഷമായി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാത്തതും ഭാരവാഹികളുടെയും ഓഫീസ് വിവരങ്ങളും കമ്മീഷൻ അറിയിക്കാത്ത പാർട്ടികളെയുമാണ് പട്ടികയിൽ നിന്ന് നീക്കിയത്. ഇവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടിയെടുത്തത്. നിലവിൽ 6 ദേശീയ പാർട്ടികളും 67 സംസ്ഥാന പാർട്ടികളുമാണ് രാജ്യത്തുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്ന് കമ്മീഷൻ അറിയിച്ചു. 24 ഡൽഹി.